ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഈ ചിക്കനിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, പതുക്കെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഇളക്കി കൊടുത്ത് മറിച്ചൊന്ന് തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊടിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ. എന്തായാലും നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. പതുക്കെ ഇളക്കി കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെടുത്ത് മാറ്റാം. ഈ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഇത്തിരി കറിവേപ്പില, ഒരു 3 മീഡിയം സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് വഴറ്റണം. ഒരു തക്കാളി അത് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് ഈ തക്കാളിയൊക്കെ വെന്ത് ഇതിനോട് നല്ലോണം കുഴഞ്ഞ് ചേരണം. അതിനുശേഷം പൊടികൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർക്കണം. ചേർത്ത് കൊടുത്ത് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലോണം കറി തിളയ്ക്കണം, ഗ്രേവി തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിലൊക്കെ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേവി മുകളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ സിമ്മിലിട്ട് വെച്ചെടുക്കാം കേട്ടോ. പിന്നെ വേറൊരു ഉരുളി വെച്ചിട്ട് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്ത് മാറ്റണം. ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാനിടൂലേ, അതിന് വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ഉരുളി ചിക്കൻ കറിയുടെ ഉരുളി ഉണ്ടല്ലോ, അത് നമ്മൾ മറ്റൊരു അടുപ്പിലോട്ട് മാറ്റി വെച്ചേക്കാണ്. ക്യാമറ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്, വീഡിയോസ് മര്യാദക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചിക്കൻ കറി അവിടെ സിമ്മിലിട്ട് വേവണുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് എളുപ്പത്തിൽ ഫ്രൈ ആയി വരാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാര ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും.
സവാള ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിനി ഇത് ഒരു മാറ്റി വയ്ക്കാം കേട്ടോ, ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇതേ ഉരുളിയിലോട്ട് തന്നെ ഇത്തിരി ഡാൽഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ മുഴുവൻ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, പെരുംജീരകം, ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു കുഞ്ഞു കഷ്ണം പൈനാപ്പിൾ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചോറ് വേവിക്കില്ല, അതുപോലെയാണ് വേവിച്ച് വെച്ചേക്കുന്നത്. ഇതൊന്ന് ഇതായി വരുമ്പോൾ അധികം വേവില്ലല്ലോ ക്യാരറ്റിനൊന്നും. ഇതിനകത്തോട്ട് നമുക്ക് ആ റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് അതിൽ കിടന്ന് തന്നെ വെന്തോളും. കറണ്ട് പോയി ഈ സമയത്ത്, അങ്ങനെ വെട്ടം കുറവട്ടാം. റൈസ് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന, മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത് മുകളിൽ തൂകി വിതറി അലങ്കരിച്ച് നമുക്കെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.